എൻ്റെ അടുത്താണ്. എന്നിരുന്നാലും ഈ സ്ഥലത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഏരിയ നമുക്കൊന്ന് കാണാം. അതായത് കലാപരമായുള്ള ഒത്തിരി വസ്തുക്കൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും വയ്ക്കാവുന്ന സാധനങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, ചട്ടികൾ മാത്രമായിട്ട് അതിൻ്റെ പ്രൊപ്പറേറ്ററായിട്ട് നമുക്കൊന്ന് അഭിമുഖം ചെയ്യാം. ഹലോ, നമസ്കാരമുണ്ട്. ഇത് നമ്മൾ കടലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഊരകടുത്ത് പുതുക്കാട് വഴിയിലുള്ള ഒരു ആർട്ട് ഗാലറിയാണ് കേട്ടോ. ക്ലേ ആർട്ട് ഗാലറി. മനോഹരമായിട്ടുള്ള കലാപരമായിട്ടുള്ള ക്ലേ ആർട്ട് നമുക്ക് ഇവിടെ കാണാം. ഒപ്പം നമുക്ക് ടൈൽസും പണ്ടത്തെ ടൈൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കൂടുതൽ അറിയാനായിട്ട്, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഉണ്ട്. നമുക്ക് വിജയേട്ടനോടൊന്ന് സംസാരിക്കും. വിജയേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല രൂപം. അപ്പോൾ ഞാൻ ഇതിനെ പോകുമ്പോൾ എന്നും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ ചിത്രങ്ങൾ, ഒരു വർക്കുകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും, പ്ലേറ്റുകൾ, ഇൻറ്റീരിയറിൽ എക്സ്റ്റീരിയറിൽ കാണേണ്ട ചിത്രങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഒരു രണ്ട് വാക്ക് പറയാമോ, നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച്? ഞാനിത് ഈ ഫീൽഡിൽ 50 വർഷമായി. അതിന് മുമ്പൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓട്, മൂല, വിരിഷ്ടിക ഇതിലൊക്കെ ആയിരുന്നു. അതെ അതെ അതെ. അതിനുശേഷം ഇങ്ങനെ കാലം മാറി വരുമ്പോഴേ ഫാൻസി ചട്ടികൾ, ചെടിച്ചട്ടികളൊക്കെ കാലത്തിനൊത്ത് മാറി. മാത്രമല്ല, ഈ ചെടിച്ചട്ടികൾക്ക് പുറമെ കറിച്ചട്ടികളും ലോഹത്തിൽ നിന്ന് മാറിയിട്ട് മൺചട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഇതിൽ ഒന്നും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പം നമ്മളിത് ഈ ഫീൽഡിൽ കയറിയപ്പോൾ തന്നെ മൂവിങ് ഉണ്ട്, ആവശ്യക്കാരുണ്ട്. ഏത് തരത്തിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടികൾ, സാധാ ചെടിച്ചട്ടികൾ, ഈ പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മണ്ണ് തിരഞ്ഞെടുക്കുക, മൺചട്ടികൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കറിച്ചട്ടികളും, പ്ലേറ്റ്, ഗ്ലാസ്, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഹാങ് ചെയ്യണ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ മണ്ണിൽ ഉണ്ടാക്കാവുന്നത് ഏതാണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിലുപരി പിന്നെ ഈ ഫിഗേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഗതികൾ, പിന്നെ ജീവികളുടെ എല്ലാം ഇപ്പോൾ നമ്മൾ ആനയായാലും സിംഹങ്ങളായാലും ഈ കാളത്തല തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 2 രൂപ തൊട്ട് നമ്മുടെ 2 രൂപ മുതൽ തന്നെ ചേരാതെ തുടങ്ങും. അത് 5000 രൂപ, 10000 വരെ സാധനങ്ങളുണ്ട്. അതേമാതിരി നമ്മളുടെ ഈ ലൈറ്റ് ഹൗസ് നമ്മൾ 23 അടി വരെയുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് അല്ലേ? ഈ റിസോർട്ടുകളിലേക്കാണ് കൂടുതൽ പോകുന്നത്. റിസോർട്ടുകളിലേക്ക് ഈ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുടെ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് 25 അടി ഉള്ളത് നമ്മൾ 20 അടി, 15 അടി, 10 അടി അങ്ങനെയൊക്കെ ചെറുതാക്കി കൊടുക്കും. പിന്നെ നമ്മളുടെ ഐറ്റംസ് പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ഭാഗം, ഒരു സെക്ഷൻ നമ്മൾ അപ്പുറത്ത് ഉണ്ട്. അത് ഈ ഓടുണ്ട്, മൂലയുണ്ട്, അതേപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ കുബേരൻ, ശ്രീകൃഷ്ണൻ, ഗണപതി, അതേപോലെ തന്നെ ശിവൻ്റെ ഈ പ്രതിമയുണ്ട്. കൂടാതെ ഈ ബുദ്ധൻ്റെ തലകൾ ചെറുത് തൊട്ട് വലുത് വരെയുള്ളതുണ്ട്. അരയന്നം, കൊക്ക്, ആമ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്നതല്ല. പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്ക് ഇത് കസ്റ്റമൈസ്ഡ് ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് എത്ര കണ്ടാലും മതി വരാത്ത കുറേ നല്ല ശില്പങ്ങളുണ്ട് കേട്ടോ. നല്ല രസം, നാച്ചുറൽ ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ പെയിന്റിംഗ് ഒന്നും ഇല്ല അല്ലേ? അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് കളർ മാത്രമേ അതല്ല, നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് വന്നിട്ട് ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ കളർ ചെയ്ത് കൊടുക്കുന്ന ഈ ഇതെല്ലാം നമ്മള് 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. അവര് ഈ ഒരു വർഷമുണ്ട്, ഒരു ദിവ്യുണ്ട്. അപ്പൊ അവര് വരയ്ക്കുന്നതാണ് ഇതൊക്കെ, ഈ കാണുന്ന സംഗതികൾ. അവര് ചെയ്ത വർക്കാണ് അല്ലേ? ചെയ്ത വർക്കാണ്. നമ്മളുടെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ കുട്ടികളെ ചെയ്യണതാ. ഇതാ ഒരു ഫ്രക്കാത് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചെയ്യണതാ. നല്ല രസമുണ്ട്. ആനക്കൊമ്പ് മണ്ണിൽ തന്നെയാണ്. അത് നമ്മൾ പൊട്ടിയിട്ടിട്ട് പോളിഷ് അടിച്ച് ക്ലിയർ അടിക്കും. അപ്പോൾ പിന്നെ ഗ്ലേസിംഗ് ഓൾറെഡി നിൽക്കുക, ഒരു ലാമിനേഷൻ ചെയ്ത ശ്രദ്ധിച്ചു. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അല്ലാതെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കുകളാണ് അതെല്ലാം. അത് നമ്മളുടെ ഈ സിനിമ ആക്ടർ ലെന വന്നിട്ടുണ്ടായിരുന്നു. ലെനയ്ക്ക് അച്ഛന് ഒരുപാട് ഐറ്റംസ് നമ്മളവിടെ കൊണ്ടുപോകുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ കൂണ് വലിപ്പം കൂടിയത് കുറഞ്ഞത് അങ്ങനെ ഒരു 10-20 മോഡൽ കൊണ്ടുപോയിരുന്നു. ഇവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കണ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. വിജയേട്ടൻ്റെ ഫാക്ടറിയിലുള്ളതാണ്.
ഇതിന്റെ പേര് എത്ര കാലമായി നമുക്ക് നമ്മള് ഞാനൊരു 44 കൊല്ലമായി. എക്സ്പീരിയൻസ്. ഇത് അതിശയമല്ലേ? നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. നമ്മൾ കല ഉണ്ടാക്കുന്നുള്ളതൊന്നും നോക്കണ്ട. പുള്ളിയുടെ കൈകളിൽ വിരിഞ്ഞ കുറേ നല്ല ആർട്ട് വർക്കുകളാണ് നമ്മൾ കണ്ടത്. കാരണം ഈ ഫീൽഡിൽ നിന്ന് തന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം മെഷീനറികളായി. അപ്പോൾ അന്നത്തെ കണ്ടമാനം വ്യത്യാസമല്ലേ വർക്കുകളൊക്കെ? കൈ കൊണ്ട് തിരിച്ചായിരുന്നു മോട്ടറായി. ചേട്ടാ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കും? ഞാനങ്ങനെ ഇങ്ങനെ ഫോട്ടോസിൽ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. വിജയേട്ടന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കും അല്ലേ? അതനുസരിച്ച് ആള് സെന്റിമീറ്റർ അളവൊക്കെ പറഞ്ഞത്. ഇത് മാവേലി ക്ലേ ആർട്ട് ഗാലറിയാണ്. ആ ഗാലറിയിൽ ഉണ്ടാക്കാനായിട്ട് ചൂളയ്ക്ക് വെക്കുന്നതിന് മുന്നുള്ളത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വലിയാൻ വെച്ചിരിക്കുക അല്ലേ? ഫിനിഷ് ചെയ്യാൻ. ഇത് പ്ലേറ്റുകൾ അല്ലേ? ആർട്ട് വർക്ക് ചെയ്യാനുള്ള കൂടിയാണ് അല്ലേ? കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് കേട്ടോ. കുട്ടികളുടെ കളിപ്പാത്രങ്ങൾ, പിന്നെ ഈ അമ്പലങ്ങളിൽ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കുള്ള പാത്രങ്ങൾ അല്ലേ? ഇത് ആനപ്രേമികൾക്ക് ഇതേ വലിയൊരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതെല്ലാം നമ്മുടെ ഫാക്ടറിയിലുള്ളതാണ്. വിജയേട്ടൻ്റെ ഫാക്ടറിയിൽ മാവേലി ആർട്ട് ഗാലറിയുടെ തൊട്ട് താഴെ ബാക്കിൽ അല്ലേ? അവിടെയുള്ള വർക്കാണ് കേട്ടോ. ഈ നമ്മുടെ വർക്കിനൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയും ഇത് ഏതൊന്നും ഉണ്ടാക്കിയ ചിലവാകുന്നില്ല. ചട്ടി സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ചിലർ പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നമ്മൾ സിമെന്റ് ചേർക്കുന്നുണ്ട്, അത് ചേർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇല്ല അല്ലേ? ആൾക്കാരോട് തെറ്റിദ്ധാരണയാണ് അതൊക്കെ. തമിഴ്നാട് വരുന്ന ചില ഈ ചട്ടികളൊക്കെ ഉണ്ട്, കറി ചട്ടികൾ. അതിനൊക്കെ അവർ ഈ കരിച്ചുണ്ടാക്കുന്നതിന് ഒരു ടയർ വെച്ചിട്ടാന്ന് പറയും. അതൊരു കെമിക്കലിൻ്റെ ഒക്കെ കരിച്ചിട്ട് നമ്മളിവിടെ നമ്മളുണ്ടാക്കിയിട്ട് ഡയറക്റ്റ് കരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരുവിധ മായങ്ങളങ്ങനെ പ്രശ്നങ്ങളൊന്നും യാതൊന്നുമില്ല. ആൾക്കാർ പറയണ്ടേ ഇപ്പോൾ നാളൊരു ഡോക്ടർ പറഞ്ഞിട്ടു ഇതിലും ഓക്സൈഡ് ഉണ്ട്. കാരണം മണ്ണിൽ നിന്നുള്ളതല്ലേ, അത് മണ്ണുണ്ടാവുന്നതെങ്കിൽ ഓക്സൈഡ് ചേർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ദോഷം ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയണ്ടല്ലേ? അതൊക്കെ അനുഭവത്തിൽ ഇല്ല. കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കറിച്ചട്ടി ഉണ്ടല്ലോ, ഈ കറിച്ചട്ടി മൺചട്ടിയിൽ കറി വെക്കുന്നതും വേറെ ലോഹമായിട്ടുള്ള വെക്കുന്നതിന് ടേസ്റ്റ് തന്നെ അറിയാലോ നമുക്ക്. എത്ര വലിയ വീടുകളിലായാലും കറിച്ചട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ തന്നെയാണ്. ഞാനൊരു ഷെഫാണ്, പക്ഷെ ഞാനും മണ്ണിൽ വെക്കുന്നത് സെർവ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, കൂജയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമില്ല. വീട്ടിലുണ്ട് ഈ കൂജയൊക്കെ, മണ്ണ് കൂജ, മണ്ണ് പാത്രം. അതിൽ കൃത്രിമമായി തണുപ്പിക്കുകയല്ല, നാച്ചുറലായി തണുക്കാണ് പൂജയിൽ. അപ്പോൾ അതിലൊരു വേറെ അതിൽ ഡോക്ടർ പറയണതിന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഗാലറിയുടെ ഉള്ളിലുള്ള ചില വർക്കുകളാണ് കേട്ടോ. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് കൊടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ക്രാസി വർക്ക് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് അത് കൊടുക്കാനായിട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഫാക്ടറിയിലാണ്, ഡിസ്പ്ലേക്കും ഉണ്ട്, നമ്മുടെ ഫാക്ടറിയുടെ ഉള്ളിലാണ് കേട്ടോ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഓരോ ശില്പങ്ങളിലും ഉള്ള രസം എന്ത് രസമായിരിക്കും. ഇതെല്ലാം പ്രത്യേകിച്ച് പെയിൻറ്റിങ് ഒന്നുമില്ല, നാച്ചുറലായിട്ടുള്ള ഒരു കളറുകൾ മാത്രം അല്ലേ? നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നമുക്ക് ചേർക്കാം അല്ലേ? അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് കയ്യിൽ കൊടുത്ത് ഇത് രൂപമാറ്റം വരുത്തും. കണ്ടോ, ഇതെല്ലാം പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ പണ്ട് നമ്മുടെ അവിടെ ഒരു ചട്ടികൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഇതിപ്പോൾ ലൈറ്റിങ്ങിന് അല്ലേ, നമ്മളെ ഷെയ്ഡുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ ഹാങ് ചെയ്യേണ്ടത് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലാമ്പ് ഷെയ്ഡ്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഹാങ് ചെയ്യാനായിട്ട് മനോഹരം കണ്ടോ. ഇതുപോലെ ഹാങ് ചെയ്യുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വീട് അലങ്കരിക്കാൻ വേണ്ടി. കിട്ടും. അത്ര മനോഹരമല്ലേ എല്ലാ കാഴ്ചകളും? കലാകാരന്മാർ അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന മണ്ണിലുള്ള വർക്ക് കണ്ടോ. അതെ കണ്ടോ, ഇങ്ങനെയുള്ള ശില്പങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പാത്രങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ മിക്കവാറും ഡിസ്പ്ലേക്ക് ആയിട്ട് അല്ലേ നമ്മുടെ വീടുകളിൽ ബാംഗ്ലൂർക്ക് കയറ്റി പോകണം അല്ലേ? അതെ അതിലേക്ക് ഒരു ബാങ്കറ്റ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാള് അല്ലേ? കല്യാണം.
ആ, അപ്പോൾ നിങ്ങളുടെ വീട് അലങ്കരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വന്ന് ഇവിടെ സന്ദർശിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ഐഡിയകൾ കിട്ടും. വേണ്ട, ഇതൊക്കെ വളരെ എത്ര രസമാണെന്ന് അറിയാം. ആവശ്യം ചെടിച്ചട്ടികൾ കണ്ടോ, നല്ല ചെടിച്ചട്ടികൾ. ഇതൊക്കെ ഒരെണ്ണം അപ്പോൾ എത്ര വില വരും നമ്മൾക്ക്? 110, 12 ഇഞ്ചിൻ്റെ. ചെടിച്ചട്ടിയിൽ ഡിസൈനുള്ളത് കേട്ടോ, ഡിസൈനുള്ളത്. ഇത് നേരിട്ട് മണ്ണിടലായിരിക്കും അല്ലേ, നമ്മൾ വേറെ എന്തെങ്കിലും പാത്രത്തിൽ ഇട്ട് വെക്കുക അല്ലേ? ഇതിപ്പോ സാധാരണ ആമ്പലിടുന്നത് അല്ലേ? തുളസി തറയുണ്ട് കേട്ടോ, തുളസി തറ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ. മാൻ, അങ്ങനെ ശില്പങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ശില്പങ്ങൾ നിങ്ങളിവിടെ വന്ന് കാണുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മണ്ണിലുള്ള കല നിങ്ങൾക്ക് അറിയേണ്ടവർക്കും അതല്ല സാധനങ്ങൾ വാങ്ങേണ്ടവർക്കും ഒക്കെ നിങ്ങൾ ഇതൊത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങൾ അപ്പോൾ ഇങ്ങനെ വരിക, കാണുക, അറിയുക, വാങ്ങുക. ഇവിടെ നാച്ചുറലായിട്ടുള്ള ഓടും ഉണ്ട് കേട്ടോ, ക്ലേ ഓടുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതിന് വേറൊരു ഫാക്ടറി മാവേലി ടൈൽസ് എന്ന് പറഞ്ഞ തൊട്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഏതാ, നമ്മുടെ പുതുക്കാട് ഊരകം റോഡാണ്. വിജയേട്ടനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വരണമെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിജയേട്ടൻ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. വിജയേട്ടൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഫാക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ എന്തെങ്കിലും? ഒരുപാട്, ഞാൻ 50 വർഷം മുമ്പ് ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം, അതായത് ഒരു 75 മുതൽ 85 വരെ തൃശ്ശൂർ ജില്ലയിൽ ഒരു 670 കമ്പനിയാണ് അന്ന് കണക്കിലുണ്ടായിരുന്നത്. ഇന്നത് കുറഞ്ഞ് പോയിട്ട് ഇന്നൊരു 75 കമ്പനിയായി. ഓട്ട് കമ്പനി തന്നെ ഒത്തിരി ഓട്ട് കമ്പനികൾ ഒരുപാടുണ്ടായിരുന്നതാണ് തൃശ്ശൂർ ജില്ല. അത് കാരണം മണ്ണ് കിട്ടാണ്ട് തന്നെയാണോ, അത് കാലത്തിനൊത്ത് മാറാത്തതുകൊണ്ട്? അന്നൊക്കെ ഈ സമരം ഒരു പ്രശ്നമായിരുന്നു. സമരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ അത് ഒരുവിധം ധാരണയിലൊക്കെ ആയതിനു ശേഷം തൊഴിലാളി യൂണിയനും ഉടമസ്ഥന്മാരൊക്കെ ഇങ്ങനെ കമ്പനി പൊളിച്ച് പോയി തുടങ്ങിയപ്പോൾ പൊതുവേ ഈ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ കുറേ കമ്പനികൾ പൊളിച്ചു പോയി. പിന്നെ തൊഴിൽ സമരങ്ങളൊക്കെ കുറഞ്ഞു പോയി. അതോടൊപ്പം തന്നെ നമ്മൾ കമ്പനി കുറച്ച് നാൾ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളിമണ്ണ് കിട്ടാൻ പറ്റണില്ല. കളിമണ്ണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കളിമണ്ണ് മാത്രമേ ഉള്ളൂ. മണ്ണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് മണ്ണ് വരുന്നത്. അപ്പോൾ അതിലും ചെലവ് കൂടി, അവര് പറയേണ്ട വില കൊടുക്കണം. അത് കൊണ്ടുവന്ന് വീട് നമ്മൾ പ്രോസസ് ചെയ്യണ്ടേ? കളിമണ്ണിന്റെ ലഭ്യതയാണ് പ്രധാനമായിട്ട് വന്നത്. ആ ലഭ്യത പ്രശ്നം വന്നതോടുകൂടി കുറേ കമ്പനികൾ അത് അടച്ചുപോയി. മണ്ണ് കൊണ്ടുവരുമ്പോൾ അതിർത്തിയിൽ പിടിക്കാത്ത വല്ല പ്രശ്നം നമുക്ക്? അത് സാധാരണ വണ്ടികളുടെ പെർമിറ്റ് ഉള്ള വിട്ടിട്ട് കൂടുതൽ കൊണ്ടുവന്നാലേ അവർക്ക് മുതലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വില കൂട്ടി വരുമ്പോൾ നമുക്കൊരു ഓടിൻ്റെ സാധാരണ ഒരു ഓടിൻ്റെ മണ്ണ് ഇപ്പോൾ 15 ഉറുപ്പിയോളം വരും ഒരു ഓടിൻ്റെ മണ്ണിന് തന്നെ. അതായത് ഒരു കിലോ മണ്ണ് 2-2.25 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 3 കിലോ ഉള്ള ഓടിന് ഉള്ള വില വന്നു. അത് പാസ്സാക്കി നമ്മൾ കട്ട വെട്ടി വരുമ്പോൾ ഏതാണ്ട് ഒരു 10 രൂപ 15 രൂപ അല്ലെങ്കിൽ 12 രൂപ. ഈ വ്യവസായം നശിച്ചു പോണേൽ ഒരു എല്ലാത്തിനും വില കൂടി. അല്ല, ജോലിക്കാരെ കിട്ടും നമുക്ക്? ജോലിക്കാരുടെ ലഭ്യത പ്രശ്നമായി. സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല. അതന്നെ, അതിപ്പോ ഈ മലയാളീസ് ഇല്ലാതായി. അതെല്ലാ മേഖലയിലും. മറ്റേ ബംഗാളീസ്, ഒറീസ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവര് പ്രാവീണ്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഫുൾ ടൈം ജോലിക്ക് ഉണ്ടാവില്ല. 6 മാസം പണിയുമ്പോൾ അവർ വീട്ടിൽ പോകും. പിന്നെ വേറെ ആളെ കിട്ടണമെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ആ ഒരു പ്രയാസമുണ്ട്. കിട്ടുന്നവരെ വെച്ച് പണിക്കുക. അപ്പോൾ എക്സ്പെർട്ടുകളല്ലാത്ത കാരണം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്.